മെത്രാൻകായൽ നികത്താൻ എൽഡിഎഫ് സർക്കാർ അനുമതി നൽകിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭ അനുമതി നൽകിയിരുന്നില്ല. സർക്കാരിന്റെ മുന്നിലെത്തിയത് പദ്ധതി നിർദ്ദേശം മാത്രം. രേഖകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്ന വാർത്ത എൽഡിഎഫ് സർക്കാരാണ് ഇത്തരമൊരു അനുമതി നൽകിയിരുന്നത് എന്നാണ്. എന്നാൽ അതിനെതിരെ എൽഡിഎഫ് സർക്കാർ അല്ല അതിന് അനുമതി നൽകിയത് എന്നതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് തെളിവ്? അതിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അഞ്ജു, മെത്രാൻകായൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. UDF സർക്കാർ ഇതിന് അംഗീകാരം നൽകുകയായിരുന്നു. അതിൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. പീപ്പിൾ ടിവിയും ഇക്കാര്യം പുറത്തുവിട്ടിരുന്നു. 420 ഏക്കറോളം വരുന്ന കായൽ നികത്താൻ ടൂറിസം പദ്ധതിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായൽ നികത്താൻ അനുമതി നൽകിയതിൻ്റെ രേഖകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. എന്നാൽ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത് LDF സർക്കാരിൻ്റെ കാലത്താണ് മെത്രാൻകായൽ നികത്താൻ അനുമതി നൽകിയിരുന്നു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. LDFിൻ്റെ കാലത്താണ് മെത്രാൻകായൽ നികത്താൻ അനുമതി നൽകിയത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് രേഖകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം അത്തരത്തിൽ LDF സർക്കാർ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കാരണം 2008 ഈ ഭൂമി റെക്കിൻഡോ എന്ന കമ്പനി വാങ്ങുന്നത്. അതിനുശേഷം സംസ്ഥാന സർക്കാരിൽ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും ഇത് നൽകാൻ കഴിയില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കാരണം തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കുന്നു, അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്, അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം വന്നിരുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കാരണം കുമരകം ടൂറിസ്റ്റ് പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി നിർദ്ദേശം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ വന്നത്. എന്നാൽ ഇത് മന്ത്രിസഭായോഗം പരിഗണിക്കുകയും ഇത് തള്ളിക്കളയുകയുമായിരുന്നു. കാരണം പാരിസ്ഥിതികാഘാതമുണ്ടാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ വാദമായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് ഈ പദ്ധതി നടപ്പായില്ല. നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ LDF സർക്കാർ അന്ന് അനുമതി നൽകിയിരുന്നു എങ്കിൽ എന്തിന് ഇപ്പോൾ UDF സർക്കാർ വീണ്ടും അനുമതി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉയരുന്ന ചോദ്യം. LDF സർക്കാർ അംഗീകാരം നൽകിയിരുന്നു എങ്കിൽ റെക്കിൻഡോ എന്ന കമ്പനിക്ക് സ്വാഭാവികമായും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അതിനർത്ഥം അന്ന് അംഗീകാരം നൽകിയിരുന്നില്ല. വീണ്ടും അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് കൃത്യമായി രേഖകൾ സഹിതം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കി. എന്തിന് LDF സർക്കാർ അനുമതി നൽകിയ ഒരു പദ്ധതി, അതായത് 2010 അനുമതി നൽകി എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് എങ്കിൽ അവർക്ക് ആ കമ്പനിക്ക് പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാമായിരുന്നു, പദ്ധതിയുമായി മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു പദ്ധതിയുമായി അവർ മുന്നോട്ട് പോയിട്ടില്ല. പകരം UDF സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. LDF സർക്കാർ അനുമതി നൽകിയിരുന്നുവെങ്കിൽ വീണ്ടും എന്തിന് UDF സർക്കാർ അനുമതി നൽകി എന്ന ചോദ്യം ഉയർന്നിടത്ത് തന്നെ അതിന് മറുപടിയും വ്യക്തമാണ്. അത് തന്നെയാണ് ദിനകർ. LDF സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിൽ എന്തിന് വീണ്ടും ഇപ്പോൾ UDF സർക്കാർ ഇത്തരമൊരു അനുമതി നൽകാൻ മുതിർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. അതായത് UDF സർക്കാരിന്റെ മറ്റൊരു കള്ളത്തരം അത് പുറത്തു വന്നപ്പോൾ അത് LDFിന്റെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും അതിപ്പോൾ ആ തന്ത്രം തകരുകയുമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഞ്ജു, തീർച്ചയായും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന സാഹചര്യത്തിൽ അത് മൂടിവെക്കാൻ അല്ലെങ്കിൽ അത് LDFിന്റെ മേൽ കെട്ടിവെക്കാനുള്ള LDF സർക്കാരിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കാരണം അന്ന് LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് എമ്പാടുമായി നടത്തേണ്ട വിവിധ പദ്ധതികളുടെ ഒരു രൂപരേഖ അല്ലെങ്കിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ പദ്ധതികളിൽ പലതും നടപ്പാക്കപ്പെട്ടിട്ടുമില്ല. കാരണം അന്ന് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഈ പദ്ധതികൾ നടപ്പാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടിയും അത്തരം പദ്ധതികൾ നടപ്പായാൽ ഉണ്ടാകാവുന്ന ദോഷവശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ പല പദ്ധതികളും സർക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിന് അനുമതി സംസ്ഥാന സർക്കാർ LDF സർക്കാർ നൽകിയിട്ടുമില്ല. അത്തരത്തിൽ ഒരു പദ്ധതി മാത്രമാണ് മെത്രാൻകായലിൽ ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതി. ആ പദ്ധതിയുടെ പേര് തന്നെ കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് പ്രോജക്റ്റ് എന്നായിരുന്നു. ആ പദ്ധതി നടപ്പാക്കാൻ അന്ന് അനുമതി ലഭിച്ചിരുന്നില്ല.
നൽകിയിരുന്നില്ല എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യുകയാണ് ഇതിലൂടെ. കാരണം റവന്യൂ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കേണ്ടത്. ഇത് പൊതുഭരണ വകുപ്പിൻ്റെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്, 18 നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് മാത്രമായിരുന്നു അത്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, സംസ്ഥാന മന്ത്രിസഭ അന്ന് യോഗം ചേർന്നപ്പോൾ ഇതിൽ 2008 LDF സർക്കാർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ലംഘനമാകും, ഈ പദ്ധതി വന്നാൽ അല്ലെങ്കിൽ നടപ്പാക്കിയാൽ, അനുമതി നൽകിയാൽ അതിൻ്റെ നഗ്നമായ ലംഘനമാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. 4 തവണ റെക്കിൻഡോ എന്ന കമ്പനി സംസ്ഥാന സർക്കാരിൽ അപേക്ഷ നൽകി ഈ കുമരകം ടൂറിസ്റ്റ് പ്രോജക്റ്റിന് വേണ്ടി. കുമരകം ടൂറിസ്റ്റ് വില്ലേജ് എന്ന പേരിലായിരുന്നു അന്ന് പദ്ധതി നടപ്പാക്കാൻ അവർ അപേക്ഷ നൽകിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ അനുമതി നിഷേധിക്കുകയായിരുന്നു. കാരണം ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനവും അതോടൊപ്പം ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയായി മാറും ഇത് എന്നുള്ളത് കൊണ്ടുമാണ് ഇതിന് അന്ന് അനുമതി നൽകാതിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കോട്ടയം ജില്ലാ CPM കോട്ടയം ജില്ലാ സെക്രട്ടറി ശ്രീ VN വാസവൻ ചേരുകയാണ്. ശ്രീ VN വാസവൻ, വലിയ വാർത്തയായി മാറുകയാണ് ഈ വിഷയം. കാരണം കഴിഞ്ഞ ദിവസം UDF സർക്കാർ ഇതിന് അനുമതി നൽകി. മെത്രാൻ കായൽ നികത്തി പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുമതി നൽകുന്നു. എന്നാൽ ഇപ്പോൾ വാർത്ത തിരിച്ചു വരുന്നു. LDF സർക്കാരിൻ്റെ കാലത്താണ് അനുമതി നൽകിയത് എന്നാണ് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഈ പദ്ധതിക്ക് അന്ന് LDF സർക്കാർ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണം? വളരെ വ്യക്തമായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ MLA കൂടിയായിരുന്നു ഞാൻ. അന്ന് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രപ്പോസൽ വന്നപ്പോൾ ഈ കാര്യത്തിൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ അവിടെ ഒരു നെല്ലും മീനും പദ്ധതി പ്രകാരം നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണെന്നും അതേപോലെ തന്നെ കുമരകത്തിന്റെ മനോഹാരിത തകർക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഈ പ്രോജക്റ്റ് എത്തിച്ചേരുമെന്നും അന്ന് അഭിപ്രായ പ്രകടനം നടത്തിയ കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് അവിടെ അസാധ്യമാണ്, അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ നികത്താൻ വേണ്ടി അനുമതി കൊടുക്കണമെന്ന അപേക്ഷ തള്ളിക്കളയുകയും അവരുടെ ഈ പ്രോജക്റ്റ് വാങ്ങി അവിടെ വെച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അത് ഗവൺമെന്റ് എടുത്തിരുന്നില്ല, ഒരനുമതിയും കൊടുത്തിരുന്നില്ല. ഇപ്പോ യഥാർത്ഥത്തിൽ പോകുന്ന പോക്കിൽ കടുംവെട്ട് വെട്ടി ഉള്ളതൊക്കെ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ച UDF ഗവൺമെന്റിന്റെ മുഖം വികൃതമായപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഡിഫൻസ് മാത്രമാണ് അന്ന് ഗവൺമെന്റ് അംഗീകരിച്ചു എന്ന് പറയുന്നത്. അതിലൊരു അടിസ്ഥാനവുമില്ല, തികഞ്ഞ കള്ളത്തരമാണ് ആ പ്രചരണം എന്ന കാര്യം അന്നത്തെ MLA എന്ന രൂപത്തിൽ കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അന്ന് കുമരകം ടൂറിസ്റ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ അന്ന് LDF സർക്കാരാണ് അനുമതി നൽകിയത് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അത് തെറ്റായി ഒരു പറ്റം മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് UDF ഗവൺമെന്റ് രക്ഷപ്പെടാൻ വേണ്ടി എടുക്കുന്ന ഒരു മറുതന്ത്രത്തിന്റെ ഭാഗമാണ്. അന്ന് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ച് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിന്റെ കോപ്പി അവർ ഹാജരാക്കട്ടെ. അന്ന് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്നത്തെ ഗവൺമെന്റ് ഏത് തരത്തിലുള്ള ഉത്തരവിറക്കിയാലും ആ ഉത്തരവിന്റെ കോപ്പി എല്ലാം വെബ്സൈറ്റിൽ കൊടുക്കുമായിരുന്നു, ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പല ഉത്തരവുകളും ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൊടുക്കുന്നില്ല? ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ആരും അറിയാതെ ഈ കാര്യം പോകണമെന്നുള്ള നിലയ്ക്ക് വെബ്സൈറ്റിലൊക്കെ കൊടുക്കാതെ യഥാർത്ഥത്തിൽ വളരെ ആസൂത്രിതമായി റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പിന്റെ ഒരു വലിയ രൂപത്തിലുള്ള ഒരു പറയല ഒറ്റയൊഴിയുന്നവൻ വെച്ച് വെട്ടിയിട്ട് പോകുന്ന രൂപത്തിൽ നടത്തിയ ഒരു വലിയ രൂപത്തിലുള്ള കൊള്ളയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് വേണ്ടി മെത്രാൻകായൽ നികത്താൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ കായലിൽ സമരം നടത്തി അവിടെ കൊണ്ടുപോയി കൊടി കുത്തിയതിനു ശേഷം തിരിച്ചു വരികയാണ്. ഞങ്ങൾ നാളത്തെ കഴിഞ്ഞ് അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുമരകം പ്രദേശത്ത്. ആ കാലഘട്ടത്തിൽ കർഷക തൊഴിലാളി യൂണിയനും അതുപോലെ CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നികത്തലിനെതിരായി നിരന്തരമായി ആ പ്രദേശത്ത് സമരം നടത്തി വരുന്നതാണ്. 2012-13 കാലഘട്ടത്തിൽ 10 ദിവസം തുടർച്ചയായി മെത്രാൻകായൽ ഞങ്ങൾ സമരം നടത്തിയവരാണ്. ഒരു കാരണവശാലും ഇത് നികത്താൻ പാടില്ല, മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, നെൽവയൽ സംരക്ഷിക്കപ്പെടണം, ഒപ്പം തണ്ണീർത്തടം സംരക്ഷിക്കപ്പെടണം. ആ നിയമത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ UDF ഗവൺമെന്റ് ഈ വലിയ രൂപത്തിലുള്ള കൊടുംചതി ചെയ്തിട്ടുള്ളത്. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പുകമറ സൃഷ്ടിക്കലാണ് പ്രോജക്റ്റ് എന്ന് അംഗീകരിച്ചു എന്ന കാര്യം പറയുന്നു. അന്ന് പ്രോജക്റ്റ് അംഗീകരിച്ചെങ്കിൽ ഇവരെന്തിനാ ഉത്തരവ് കൊടുത്ത് ന്യായമായ സമാധാനം പറയണ്ടേ? ആ പ്രോജക്റ്റ് അവിടെ ഇരുന്നാൽ മതിയല്ലോ.
തീർച്ചയായും ഉത്തരവ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീ വി എൻ വാസവൻ, 2008 ഈ സ്ഥലം റക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വാങ്ങുന്നത്. അതിനുശേഷം LDF സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 4 തവണ ഇവർ അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ പിന്നീട് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് അന്ന് LDF സർക്കാരിൻ്റെ കാലത്ത് അനുമതി നൽകിയിരുന്നുവെങ്കിൽ എന്തിനാണ് വീണ്ടും ഒരു അനുമതി നൽകുന്നത്, അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും അനുമതി നൽകുന്നത് എന്തിന് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. അല്ല, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന് അനുവാദം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ അവർ ഉത്തരവ് ഇറക്കിയത്? ന്യായമായി അവർ സമാധാനം പറയട്ടെ. എന്തുകൊണ്ട് അതിനു മുമ്പ് അവർ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ആ കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല? 5 വർഷക്കാലം അവർ ഭരിച്ചല്ലോ. ഇങ്ങനെ ഒരു ഉത്തരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തിരുന്നുവെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് വെളിയിൽ കൊണ്ടുവരാമായിരുന്നല്ലോ. അതൊന്നും കൊണ്ടുവരാതെ ഇപ്പൊ ഏറ്റവും അവസാനം ഇങ്ങനെ ഉത്തരവ് കൊടുത്തതിന് ശേഷം അന്നത്തെ ഗവൺമെന്റ് ഇത് അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാസ്തവത്തിൽ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ സോളാറിന്റെ ഒറ്റ കാര്യത്തിൽ ഈ ഗവൺമെന്റ് നൽകിയ വിശദീകരണം പോലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അഴിമതിയും മനാശാസ്യവും അക്രമവും അരാജകത്വവും എല്ലാം ഇവരുടെ മുഖമുദ്രയായി മാറിയ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇതിൽ പരം ഈ ഗവൺമെന്റിന് വലിയ ക്ഷീണിക്കാനില്ല. അത്തരം ഏറ്റവും വലിയ അഴിമതിയുടെ അഴുക്കുചാലിൽ നീന്തി തുടിക്കുന്ന ഭരണത്തിനെതിരായി ഒരു വികാരം കൂടി ഉയരുകയാണ് ഏറ്റവും അവസാനമായി ഈ വലിയ രൂപത്തിലുള്ള ഇവരുടെ ഈ ഉത്തരവിൽ വഴി ഉണ്ടായിട്ടുള്ളത്. അത് വലിയാണ്, വലിയൊരു കൊള്ള അതിന്റെ പിന്നിലുണ്ട്. അതുകൂടി അന്വേഷിക്കാൻ തയ്യാറാകണമെന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിന്റെ തീർപ്പാകുന്നതുവരെ ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ തുടർ നടപടികൾ പാടില്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചോളം കോടതി ഒന്നും അവർക്ക് പ്രശ്നമല്ലല്ലോ. എത്രയോ കാര്യത്തിൽ കോടതി വിധിയെ ധിക്കരിച്ചും ഈ ഗവൺമെന്റിനെതിരായി കോടതിയുടെ പരാമർശങ്ങൾ വന്ന പോലെ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഒരു കാലഘട്ടത്തിലും ഒരു ഗവൺമെന്റിനെതിരായി ഇത്രയേറെ കോടതി പരാമർശങ്ങൾ വന്ന കാലഘട്ടമില്ല. കോടതി വിധിയെ ലംഘിച്ചും കമന്റുകളെ മറികടന്നും കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചില്ലെങ്കിൽ കോടതിയെ ആക്രമിച്ചും ജഡ്ജിയെ വ്യക്തിപരമായി ഇപ്പൊ ഒരു മന്ത്രി പരസ്യമായി വാക്ക് പറയല്ലേ ഒരു കോടതി ആക്ഷേപിച്ചതിന്റെ ഫലമായി? നീതിബോധമുള്ള ന്യായാധിപന്മാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത കാലഘട്ടമല്ലേ ഈ കാലഘട്ടം. അതുകൊണ്ട് കോടതിയെപ്പോലും ഈ കാലഘട്ടത്തിൽ അവരെ അധിക്ഷേപിച്ചും ആക്രമിച്ചും അവരെ രാജ്യം വിടാനുള്ള ആഹ്വാനം കൊടുത്തുമൊക്കെ അവർക്ക് അനുകൂലമായി വരാത്തപ്പോൾ നടപടി സ്വീകരിക്കുന്ന ഇക്കൂട്ടർ കോടതി വിധി ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരെല്ലാം മറികടന്ന് അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഈ കച്ചവടമല്ലാതെ മറ്റൊരു സംഭവം ഈ ഗവൺമെന്റ് കാലഘട്ടത്തിലില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് ഈ വലിയ രൂപത്തിലുള്ള കടുംവെട്ട് വെട്ടി അവർ പോയത് എന്ന കാര്യം സംശയമാണ്. ഇത്രയും നാൾ നോക്കി ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന 2 ദിവസം മുമ്പ് ഇത് ചെയ്യാൻ എന്തിനാ ഇത്രയും മെനക്കെട്ടത്? അത് വളരെ ഉദ്ദേശം ശരിയല്ലേ? വളരെ ദുരുദ്ദേശപരമാണ് ആ നീക്കം എന്നുള്ള കാര്യം അല്ലെ? ഇതിന് എത്രയോ സമയം ഉണ്ടായിരുന്നതിന് മുമ്പ് അവരുടെ അപേക്ഷ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിന് നികത്താൻ ഉത്തരവിന്റെ പ്രശ്നമെല്ലാം വന്നിട്ട് അതൊന്നും കൊടുക്കാതെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് വളരെ ഗോപ്യമായിട്ട് ഈ കാര്യം ചെയ്യാൻ ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ അതിന്റെ പിന്നിലെ നിഗൂഢ രഹസ്യങ്ങൾ വളരെ വളരെ വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയല്ലേ ജനങ്ങൾക്ക്? പിന്നെ എന്തിനാ അവർ ഈ കള്ളത്തരം പറയാൻ വേണ്ടി വരുന്നത്? അതുകൊണ്ട് വെറും ഒരു ഡിഫൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത് അംഗീകരിച്ചു എന്ന് പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ വി എൻ വാസവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ദിനകർ, അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുണ്ടായിരിക്കുന്ന ഈ ഒരു അനുമതി നൽകൽ, അതും തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ട് 425 ഏക്കർ കായൽ നികത്താൻ നൽകിയിരിക്കുന്ന ഈ ഒരു അനുമതി. ഇത് ഇത്രയധികം പ്രതിഷേധം ഉയർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ അനുമതി പിൻവലിക്കുക അത് മാത്രമായിരിക്കില്ലേ ഈ സർക്കാരിന് മുമ്പിലുള്ള ഒരു ഏക പോംവഴി? അഞ്ജു, തീർച്ചയായും ഈ അനുമതി പിൻവലിക്കാനുള്ള നീക്കം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം KPCC നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാരിന്. ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വളരെ രഹസ്യമായി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നു. അത് പല മന്ത്രിമാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ ഇതിന് പിന്നിലുണ്ട്, ഈ ചരടുവലിക്ക് പിന്നിൽ എന്നും വ്യക്തമാകുന്നു. അതിനർത്ഥം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകുന്നു. അത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്ന കർശന നിർദ്ദേശമാണ് KPCC നൽകിയിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഫലത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ഒരു അഴിമതിയുടെ ഭാഗമായിട്ട് വേണം നമുക്ക് ഇതിനെ കൂട്ടിവായിക്കാൻ. കാരണം ഒരേ ഒരു ചോദ്യം ഉയർന്നെടുത്ത് തന്നെ അതിന് ഉത്തരവുമാവും. കാരണം LDF സർക്കാർ അനുമതി കൊടുത്തിരുന്നു എങ്കിൽ എന്തിന് UDF സർക്കാർ ഈ 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിന് അനുമതി നൽകി എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു കമ്പനി
അനുമതി നൽകിയിരുന്നുവെങ്കിൽ അവിടെ പ്രോജക്റ്റ് നടപ്പാക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യവും അവിടെ പ്രസക്തമാണ്. വ്യക്തമാണ്. മെത്രാൻ കായൽ നികത്താൻ LDF സർക്കാർ അനുമതി നൽകിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭ അനുമതി നൽകിയിരുന്നില്ല. പകരം സർക്കാരിന്റെ മുന്നിലെത്തിയത് പദ്ധതി നിർദ്ദേശം മാത്രമായിരുന്നു. വിവരങ്ങളാണ് ദിനകർ നൽകിയത്. കലാഭവൻ മണിക്ക് മലയാളം വിട നൽകി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയനടനെ ഒരു നോക്ക് കാണാൻ ചാലക്കുടിയിലേക്ക് ഒഴുകിയെത്തിയത്. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ്. ചാലക്കുടിയിൽ നിന്നും സമീർ, കലാഭവൻ മണിക്ക് മലയാളം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ജന്മനാട് യാത്രയയപ്പ് നൽകിയത്? പതിനായിരങ്ങൾ തന്നെയാണോ അദ്ദേഹത്തെ അവസാനവട്ടം കാണാനായി ചാലക്കുടിയിലേക്ക് ഒഴുകിയെത്തിയതും? നാട് നൽകിയത് രാവിലെ മുതൽ തന്നെ വലിയ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വീടിന് അരികിൽ ഉണ്ടായിരുന്നു. ഉച്ചയോട് കൂടെയായപ്പോൾ അത് പതിനായിരങ്ങളിൽ തന്നെ അത് എത്തുന്നു. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമായി അവിടെ നിറയുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി സംഗമിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയവരെല്ലാവരും തന്നെ കലാഭവൻ മണിയുടെ വീടായ മണിക്കൂടാരത്തിൽ എത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു യാത്രയയപ്പ് തന്നെയാണ് നൽകിയത്. വലിയ കണ്ണീരോടുകൂടെയുള്ള യാത്രയയപ്പാണ് ചാലക്കുടിയിലെ ജനങ്ങളും അദ്ദേഹത്തിന് നൽകിയത്. കലാഭവൻ മണി എന്നത് ഒരു ചരിത്ര താരം എന്നതിനപ്പുറത്ത് ഓരോ കുടുംബത്തിലും ചാലക്കുടിയിലെ ഓരോ കുടുംബാംഗത്തെയും പോലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സഹായങ്ങളും നൽകിയ വ്യക്തിയായിരുന്നു. ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വിവിധ പരിപാടികളെല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കലാഭവൻ മണിയുടെ ഓരോ പരിപാടികളിലും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു മാർഗദർശി അതോടൊപ്പം തന്നെ ഒരു പരസഹായിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. അത്തരത്തിലുള്ള ആ ഒരു കലാഭവൻ മണി എന്നേക്കുമായി വിട പറയുമ്പോൾ അത് വലിയ കണ്ണീരിൽ കുതിരുന്ന ഒരു യാത്രയയപ്പ് തന്നെയാണ് നൽകിയിരുന്നത്. 5 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. 4 മണിയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പൊതുദർശനം നടന്നു. അതിനുശേഷമാണ് 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. പലയിടങ്ങളിൽ നിന്നായി എത്തിയ നിരവധി പേർക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കഴിഞ്ഞില്ല എന്ന ഒരു ഖേദകരമായ കാര്യം കൂടി ഉണ്ട്. അത്രമാത്രം ജനങ്ങൾ കലാഭവൻ മണിക്ക് മലയാളം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് സമീർ വഴങ്ങോട് നൽകിയത്. സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിഞ്ഞതുമില്ല. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. അപ്രതീക്ഷിതമായ വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറിയതോടെ ആശുപത്രിയിലേക്കും പൊതുദർശന വേദികളിലേക്കും ആരാധകരുടെയും സുഹൃത്തുക്കളുടെയും നിലക്കാത്ത ഒഴുക്കായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ പുലർച്ചെ മുതൽ ജനക്കൂട്ടമായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ MLA മാരായ BD ദേവസി, K രാധാകൃഷ്ണൻ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ എന്നിവർ ആശുപത്രിയിൽ നേരിട്ടെത്തി ക്രമീകരണങ്ങൾ ഒരുക്കി. നടന്മാരായ മുകേഷ്, ഇടവേള ബാബു എന്നിവരും ആശുപത്രിയിലെത്തി. മോർച്ചറിയിൽ നിന്നും സംഗീത അക്കാദമി ഹാളിലേക്കുള്ള യാത്രയിൽ വഴിനീളെ ആരാധകർ കാത്തുനിന്നു. പലയിടത്തും ആരാധകരുടെ ആവശ്യം മൂലം ആംബുലൻസ് നിർത്തിയിടേണ്ടി വന്നു. അക്കാദമി ഹാളിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, ചലച്ചിത്ര താരങ്ങളായ ജയറാം, KPSC ലളിത, ശിവജി ഗുരുവായൂർ, മേഘനാഥൻ, സംവിധായകൻ പ്രിയനന്ദൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. നിശ്ചയിച്ചതിലും 1 മണിക്കൂർ വൈകിയാണ് സ്വദേശമായ ചാലക്കുടിയിലേക്ക് മണിയുടെ ഭൗതിക ശരീരം എത്തിച്ചത്. രാവിലെ മുതൽ തന്നെ കാത്തുനിന്ന നാട്ടുകാർ എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ കാണാനെത്തിയപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെയായി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചാലക്കുടിയിൽ അന്തിമോപചാരം അർപ്പിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ, നടന്മാരായ ക്യാപ്റ്റൻ രാജു, ജനാർദ്ദനൻ, ഹരിശ്രീ അശോകൻ, കോട്ടയം നസീർ, ജോണി, സംവിധായകൻ വിനയൻ, നാദർഷ തുടങ്ങിയവരും ചാലക്കുടിയിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ വലിയ താരമായി തന്നെ കലാഭവൻ മണി മാറുമ്പോഴും തൻ്റെ നാടിനെയും നാട്ടുകാരെയും അദ്ദേഹം മറന്നിരുന്നില്ല. പ്രിയപ്പെട്ട ചാലക്കുടി പുഴ പോലെ എന്നും അവരെ ചേർന്നൊഴുകുന്നതായിരുന്നു മണിയുടെ സ്നേഹവും. അവസാന ദിവസം ആ സ്നേഹം അതിനേക്കാൾ വലിയൊരളവിൽ നാടും നാട്ടുകാരും തിരിച്ചു നൽകുകയായിരുന്നു. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ഡാനി പോൾ, കൊച്ചി.